ഇനിയിപ്പം വരുന്നത് നമ്മുടെ മേഖലയിലേക്കാണ്. ദക്ഷിണ മേഖല, സ്വന്തം മേഖല. 131 സീറ്റ് അത്ര നിസ്സാരമല്ല. അവിടെ NDAക്ക് അത്ര സ്വാധീനം ഇല്ലാത്ത ഒരു മേഖലയാണ്. ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ഏരിയ. കഴിഞ്ഞ തവണ 2019 29 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ നില മെച്ചപ്പെടുത്തും എന്ന് BJP പറയുന്നു. ഞങ്ങൾക്ക് പരമാവധി 80 സീറ്റുകൾ വരെ ലഭിക്കും എന്ന് മറ്റേ കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിയും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു വിലയിരുത്തൽ? ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ വ്യത്യസ്തമായ ഒരു പിന്നെ രാഷ്ട്രീയ സ്വഭാവം കാണിക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് പലപ്പോഴും കടന്നുകയറ്റം ബുദ്ധിമുട്ടായിരുന്ന ഒരിടവ് കൂടിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ കേരളമാനും നങ്കൂരോടാൻ കേരളത്തിന് സാധിക്കുന്നുണ്ടെന്ന് നോക്കാം. കാരണം BJP കടന്നു വരാതിരിക്കാൻ ഈ മേഖലയിലേക്ക് പിന്നെ അതായത് നമ്മുടെ അയൽപക്ക പ്രദേശങ്ങളിൽ BJP കടന്നു വന്നാലുണ്ടാകുന്ന ആപത്ത്, രാഷ്ട്രീയ ആപത്ത് CPMന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ നങ്കൂരമിട്ട് കിടക്കുന്നതിൻ്റെ ഒരു പിന്നെ ബലം കൂടി മറ്റുള്ള പാർട്ടികൾക്കുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പിന്നെ കേരളത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇവിടെ കോൺഗ്രസും CPMും ബദ്ധവൈരികളാണ് എങ്കിൽ കൂടിയും അവർക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തമ്മിലടിക്കുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യം, അത് പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത. ഇങ്ങനെ തൊട്ടും തൊടാതെയും പരസ്പരം ഇവിടെ പിന്നെ പോരടിച്ച് നിന്ന് സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം രണ്ട് ഭാഗത്തു നിന്നുണ്ട് എങ്കിൽ കൂടിയും പക്ഷേ കുറച്ചുകൂടി വ്യാപകമായി വിശാലമായി ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണേന്ത്യയിൽ അവർ പെരുമാറുന്നത്. അത് കളിയാക്കുന്നുണ്ട് എല്ലാവരും. അപ്പുറത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഇപ്പുറത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒക്കെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു ആകത്തുകയാണ് BJPയുടെ കടന്നുവരവ് ദക്ഷിണേന്ത്യയിലേക്ക് പിന്നെ ഏറെക്കുറെ തടയപ്പെട്ടത്. കൂടാതെ പിന്നെ ഇത്തിരി സ്വാധീനം ഉണ്ടായിരുന്ന മേഖല കർണാടകമാണ്. അപ്പോൾ കർണാടകത്തിലാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പതിവില്ലാത്ത വിധം ആ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഗുണം അവർക്ക് ഭരണം കിട്ടി. അപ്പോൾ അത് അവർക്ക് നേട്ടമാകും. പിന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിട്ട് 131 സീറ്റുകളിൽ അവർക്ക് പരമാവധി സീറ്റ് കിട്ടുന്നത് ഇവിടെ നിന്ന് തന്നെയായിരിക്കും. അതിനുള്ള പിന്നെ ഒരു പ്രതീക്ഷ വയ്ക്കുന്നതും ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളാണ്. പരമാവധി ഇവിടെ നിന്ന് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ പിന്നെ കേരളത്തിൽ 15 സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആകെ 19 UDFന് കിട്ടിയതിൽ 15 കോൺഗ്രസ് ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചാബിനാണ് ഉണ്ടായിരുന്നത്. പഞ്ചാബിലൊക്കെ ഇപ്പോൾ ഇത്തവണ അടിയേക്കും, കോൺഗ്രസിന് അടിയേക്കും. അത് പിന്നെ BJPയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതല്ല, മറ്റവരുടെ കയ്യിൽ കിട്ടുന്നതാണ്, ആപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കുറവ് വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവിടേക്ക് 1ഉം 2ഉം ഒക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ പിടിക്കാവും സാധ്യതയുള്ളതെന്ന് പറയുന്നത് സൗത്തിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ സർവ്വശക്തിയും എടുത്ത് പിന്നെ പോരാടുന്നുണ്ട്. ഫലം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും മറ്റ് മേഖലകളിൽ നിന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പോരാട്ട വീര്യവുമാണ് കോൺഗ്രസിന് ഇവിടെ ഉള്ളത്. ഏതാണ്ട് ഒരു ശക്തി ആവാഹിച്ച് നിൽക്കുന്നുണ്ട് അവർ. അതിന്റെ ഗുണം പ്രത്യേകിച്ച് ഈ കർണാടകയിലും തെലങ്കാനയിലും ഭരണവും കൂടെ ഉണ്ട്. അതിന്റെ ഒരു സംഭവം കേരളത്തിൽ അതിന്റെ ഒരു പിന്നെ സംഘടനാ സംവിധാനം നോക്കുമ്പോൾ കേരളം കുറച്ച് ഈ ഇന്ത്യ എമ്പാടും എടുക്കുമ്പോഴും സംഘടനാ തലത്തിൽ കുറച്ചുകൂടി നേതൃശേഷി ഉള്ളത് കേരളത്തിലാണ്. അല്ല, അവരുടെ സംഘടനാ പിന്നെ പാഠവും കൊണ്ടല്ല കഴിഞ്ഞ തവണ 15 കിട്ടിയതെങ്കിൽ കൂടിയും 15 കിട്ടി. അതെ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കൊടുങ്കാറ്റ് ഇങ്ങനെ വീശിയടിക്കുന്നുണ്ട്. തരംഗം തന്നെ ശബരിമല വിഷയം മറ്റാർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതെ എന്തായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന പിന്നെ ഞങ്ങളുടെ ശബരിമലയിൽ വോട്ടും കൂടെ അദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇവർക്കൊരു പിന്നെ സന്തോഷകരമായ ഒരു മേഖലയാണിത്. ഇതിനകത്ത് പിന്നെയുള്ളതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ പുതുച്ചേരി, നമ്മുടെ ലക്ഷദ്വീപൊക്കെയാണ്. അവിടെ ഓരോ സീറ്റിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. പിന്നെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ഒന്നുണ്ട് കാര്യം എടുത്ത് പറയേണ്ടത്, ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ പിന്നെ രാജ്യമെമ്പാടും ചർച്ച ചെയ്തതാണ്. അതിന്റെ പ്ലസും മൈനസും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പിന്നെ അതിന്റെ ഒരു മാറ്റൊരുക്കലും കൂടിയാകും അവിടെ. അപ്പോൾ പ്രത്യേക ജീവിത ശൈലി കൊണ്ടുവരുന്ന ആൾക്കാരെ പിന്നെ മാറ്റിമറിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് അതിൻ്റെ പിന്നിൽ എന്ന് BJP അവകാശപ്പെട്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ പലയിടത്തുമുള്ള ഒരു കണ്ണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും നേരിട്ട് പിന്നെ ഈ പ്രദേശങ്ങളിൽ വീണിട്ടുണ്ട്. പക്ഷേ അവിടെയും പിന്നെ എന്ന് വെച്ചിട്ട് BJPക്ക് സീറ്റുണ്ടോ നിർബന്ധമൊന്നുമില്ല. അവിടെയും മാറി മറിഞ്ഞേക്കുമ്പോൾ ലക്ഷദ്വീപിൽ അപ്പോൾ ഒരു സീറ്റാണുള്ളത്. പിന്നെ ഇടപെടലുകൾ കോട്ടമാണോ നേട്ടമാണോ എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും. അവിടെ ഒരു സീറ്റാണ് ഏതായാലും ഉള്ളത്. പിന്നെ പുതുച്ചേരിയിലുള്ളതെന്ന് വെച്ചാൽ നിലവിൽ ഒരു സീറ്റാണുള്ളത്, അത് കോൺഗ്രസിന്റെ കയ്യിലാണ്. അപ്പോൾ അതും പിന്നെ അവിടെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ട കാര്യം വരുന്നില്ലേ.
പിന്നെ ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ 25 സീറ്റിലാണ്. 22 വൈഎസ്ആർ കോൺഗ്രസും 3 തെലുങ്ക് ദേശം പാർട്ടിയുമാണ് 2019 വിജയിച്ചിരുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ 2014 അവിടെ BJPക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ 19 അത് അവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പക്ഷേ ഇത്തവണ TDP ഇത്തവണ അതിന്റെ പിന്നെ അലയൻസ് വരുന്നുണ്ട്. ജഗൻമോഹൻ റെഡ്ഡിക്ക് അതൊരു അടിയാണെന്നുള്ള പുറത്തു വരുന്നത്. ഇത്തവണ 2 പാർട്ടികളെ കൂടി ചേർത്തുകൊണ്ട് അപ്പോൾ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഓളം ഇത്തവണ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ചില പ്രതീക്ഷകൾ പിന്നെ അവർക്ക് ഉണ്ട് താൻ. ചിലപ്പോൾ ഒരു 2 സീറ്റോ 3 സീറ്റോ അല്ലെങ്കിൽ 4 സീറ്റോ ഒക്കെ ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പിന്നെ ഈ NDA സഖ്യത്തിന് ചില സീറ്റുകൾ അവിടെ നിന്ന് കിട്ടും. ഈ BJPക്ക് തനിച്ച് നേടാൻ കഴിയാത്തടത്ത് പിന്നെ ഇവിടെ 400-ന്റെ പ്രതീക്ഷ സ്വപ്നം പിന്നെ സാക്ഷാത്കാരത്തിന് ഇത്തരം പ്രാദേശിക പാർട്ടികളുടെ സഖ്യകക്ഷികൾ ഗുണകരമായി വരും. അപ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇവിടെ നിന്ന് ഇവർക്ക് കിട്ടിയില്ലെങ്കിൽ കൂടിയും ആ ഒരു സാധ്യത അവിടെ പിന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആന്ധ്ര എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ചന്ദ്രബാബു നായിഡുവിന്റെ TDP പിന്നെ പവൻ കല്യാണിന്റെ ഫണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ചില സഹായങ്ങൾ അവർക്ക് ചെയ്തെന്ന് വരാം. അങ്ങനെ അത് സഹായം പിന്നെ ശരിയായ ദിശയിലാണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു എന്താണ് ഈ 2 പിടിച്ചിരുന്ന ഭാഗത്ത് 3 ഒക്കെ 3 4 ഒക്കെ വന്നേക്കാം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ കൂടി NDA സഖ്യത്തിലുള്ള ആൾക്കാർക്കാണ് അത് കിട്ടുന്നത്. മറ്റ് അത്ഭുതങ്ങളൊന്നും അവരെ സംബന്ധിച്ച് അവിടെ കിട്ടാനില്ല. മറ്റത് അവിടുത്തെ മറ്റവർക്ക് തന്നെയാണ് അവിടെ പ്രാധാന്യം ഉള്ളത്. അതിൽ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ ആന്ധ്രാപ്രദേശ് പിന്നെ കർണാടക അവിടെ 28 സീറ്റാണ്. കർണാടകത്തിൽ എപ്പോഴും ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ വലിയ വലിയ വിവാദങ്ങൾ പിന്നെ ജയിലായി. അപ്പോൾ അതൊക്കെ പിന്നെ അതെങ്ങനെ വോട്ടിൽ നിഴലിക്കും എന്നുള്ളത് നമുക്ക് ഈ വോട്ട് എണ്ണുന്ന ദിവസം അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത, അതായത് ഈ ചില ഇപ്പോൾ പവാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഏറെ നാളുകളായി രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ചില കുടുംബങ്ങളിൽപ്പെട്ട പുതു തലമുറയിൽപ്പെട്ട പിള്ളേരാണ് ഇത്തരം വിവാദങ്ങളിലേക്ക് ചെന്ന് വീണിട്ടുള്ളത്. അപ്പോൾ കാരണവന്മാർ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. രാഷ്ട്രീയ മേധാവികളായി തന്നെ മുതലാളിമാരെ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർ പിന്നെ ഒരു പക്ഷേ 2 കറക്കം കൂടുതൽ കറങ്ങിയാൽ അങ്ങോട്ടേക്ക് വീഴാവുന്ന വോട്ടുകൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് പറയുന്നത് പോലെ ഒരു പക്ഷേ ആ സ്വാധീനം കുടുംബാധിപത്യമൊക്കെ അവിടെ വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ അത് കുടുംബത്തോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ കാരണവരോടുള്ള സ്നേഹം. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഒന്ന് ഇവർക്കെല്ലാം തൊഴിൽ കൊടുത്തിരുന്ന ആൾക്കാരാണ്. ചൂഷണം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കേസ്. പക്ഷേ എങ്കിലും തൊഴിലുണ്ട്. ആ തൊഴിൽ കൊടുക്കുന്ന മുതലാളിയാണെന്നുള്ള തോന്നലുണ്ട്. അദ്ദേഹം രാഷ്ട്രീയക്കാരനുമാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതിയും പലയിടങ്ങളിലും നമുക്ക് തുറന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി പലയിടങ്ങളിൽ അതൊക്കെ ഉണ്ടായിരുന്നു. കർണാടകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ആണ് അതിന്റെ പ്രധാനപ്പെട്ട നഗരം. അതിനപ്പുറത്തേക്ക് പിന്നെ പോകുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വാസ്തവത്തിൽ അങ്ങനെ ഒരു വിധേയത്വം തോന്നിക്കൂടായികയില്ല. അതുകൊണ്ട് തന്നെ വോട്ടിൽ അത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസിന് ശക്തമായ പിന്നെ കർണാടകം പിടിക്കുമെന്നൊക്കെ BJP പിന്നെ വീരവാദമൊക്കെ കൊടുക്കുന്നു. 25 സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് 25 സീറ്റാണ്. ഒരിക്കലും പിന്നെ അതൊരു വലിയ സീറ്റല്ലേ. അപ്പോൾ അത് നിലനിർത്താൻ വാസ്തവത്തിൽ BJP ഇവരോട് കഷ്ടപ്പെടേണ്ടി വരുത്തോളാം, അതുറപ്പ്. പക്ഷേ പിന്നെ കോൺഗ്രസും ഇത്തവണ അവിടെ 10-ൽ കുറയാത്ത സീറ്റ് 10-ന് മുകളിൽ പോകുന്ന ഒരു BJPക്ക് നഷ്ടപ്പെടും. അവിടെ നഷ്ടപ്പെടും, യാതൊരു തർക്കവും വേണ്ട. കാരണം അവിടെ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ഇന്ത്യ സഖ്യം പിന്നെ ഇല്ല. അതവർക്കറിയാം. ബാക്കി പലയിടത്തൊന്നും അതുകൊണ്ട് തന്നെ അത് വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കേണ്ടുന്ന ഒരു സംഭവമാണത്. എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞോടെ പിടിച്ച സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയില്ല. ഒരു 18 വരെയൊക്കെയാണ് BJPക്ക് കൊടുക്കുന്നത്. അത് ഇവിടെ നിന്ന് പോകുന്നത് മറ്റേ ഭാഗത്തേക്ക് വീഴും. ഇതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം ഈ 25 എന്ന് പറയുന്നത് എൻ്റെ സിംഹഭാഗം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കുറി 18 വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയത് ഈ ജനതാദളസുമായി കൂടുമ്പോൾ കുറച്ചുകൂടെ അവധാനം സീറ്റും പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അത് പലയിടങ്ങളിലും ഇവിടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രജ്വൽ രേവണ്ണയും കൂടെ ചേർന്ന് തകർത്ത് കളഞ്ഞെന്നാണ് അത് നമുക്ക് അറിയാൻ പറ്റും. ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ ബാംഗ്ലൂർ ആയിരിക്കണം ഇങ്ങനെയുള്ള സിറ്റികളിൽ നിന്നും നോക്കുമ്പോഴാണ് ഈ വിഷയം. അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് ഇതൊന്നും ആളുകൾ ചിലപ്പോൾ ആയിരിക്കില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തവണ നല്ല മുന്നേറ്റം കോൺഗ്രസിന് അവിടെ പിന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ലൊരു ഉറച്ച നേതാവും ഒത്തൊരുമയും പാർട്ടിക്കും ഉണ്ട് അവിടെ. അതിന്റെ ഫലം അനുഭവിച്ചവരാണ്. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ BJPക്ക് ആയിരിക്കും ഇത്തവണ അവിടെ പ്രത്യേകത 2 ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ പോലും ജയിക്കണം എന്നുള്ള ചിന്ത ഉണ്ട്. അതാണ് നമ്മുടെ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നിലനിൽപ്പില്ല. അതെ, അത് ആ ശ്വാസം അവസാന ശ്വാസമായി മാറുന്നുള്ള സംഭവം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പിന്നെ പെരുമാറുന്നത്. അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്.
ഇനി നമ്മുടെ സ്വന്തം കേരളം സ്വന്തം കേരളം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മളിനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കൂടുതൽ പിന്നെ വലിയ പിന്നെ രണ്ട് കാര്യങ്ങൾ മൊത്തം നമുക്ക് സംസാരിക്കാനുള്ളത്. 2-3 സീറ്റുകൾ രണ്ടാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി മോദി വന്നിട്ട് 2 അക്ക സംഖ്യയിലേക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ എത്താനാകുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനെ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് വസ്തുത 2 അക്ക സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞത്. ആക്ച്വലി അദ്ദേഹം അങ്ങനെ അല്ല പറഞ്ഞത്. പിന്നെ സാധ്യത ഈ 2 അക്ക എണ്ണത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പറഞ്ഞൊരു 2 സീറ്റ് പിടിച്ചു എന്നിരിക്കട്ടെ, പിന്നെ കേരളത്തിൽ സീറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പല 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 കാര്യങ്ങളുണ്ട് അതിനകത്ത്, പിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. തിരുവനന്തപുരമായാലും തൃശ്ശൂരായാലും പിന്നെ സീറ്റ് പിടിക്കുക ബുദ്ധിമുട്ടാണ്. അത് എണ്ണുന്ന അവസാന വോട്ടും എണ്ണുന്നതുവരെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അവകാശങ്ങളുണ്ടെങ്കിൽ കൂടി 2 എണ്ണമൊക്കെ കൂട്ടി പോകുന്നുണ്ട്. ഒരിക്കലും പറയാൻ പറ്റാത്തൊരു ഇടമാണ് കേരളം. അങ്ങനെ 2 സീറ്റ് പിടിച്ചില്ലെങ്കിൽ എന്നുള്ളത് വേറൊരു ഡിബേറ്റിൻ്റെ ഇഷ്യൂ ആണത്. അത് പോട്ടെ. പക്ഷേ എങ്കിൽ കൂടിയും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ വിജയിക്കുകയും പത്തനംതിട്ടയിൽ ഗണ്യമായ വോട്ട് വർധന കൊണ്ട് ജയത്തോട് അടുക്കുകയും ചെയ്താൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യം മാറും. സാധ്യതയാണ് കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ആര് ജയിച്ചു, 2 സീറ്റ് പിടിച്ചോ ഒന്നും പിടിച്ചില്ലയോ എന്നുള്ളതല്ല. 2 സീറ്റ് പിടിച്ചാൽ കേരളത്തിലെ തൃശ്ശൂരും തിരുവനന്തപുരമാണ് പ്രതീക്ഷ പിടിക്കും. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഭാവിയിൽ ഉണ്ടാകാനുള്ള 2 സാധ്യതകളാണുള്ളത്. അത് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വഴിയായിരിക്കും അത് പിന്നെ കടന്നു വരിക. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അവർ 2ാം സ്ഥാനത്തെങ്കിലും എത്തുക. 2ാം സ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ പിന്നെ പിടിച്ചിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിലും ഗണ്യമായ വർധനവ് മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് ധൈര്യമായി പോകാമെന്നൊരു ചിന്ത ഉണ്ടാകുകയും അതൊരു പോസിറ്റീവ്. തൃശ്ശൂരെ സംബന്ധിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ട അതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്തേക്ക് നിർത്താത്തതിൻ്റെ മുഖ്യ കാരണങ്ങളും അതാണ്. സുരേഷ് ഗോപി അവിടെ തന്നെ നിൽക്കട്ടെ, ജയിച്ച് വന്ന് അതുവഴിയായിരിക്കും പിന്നെ ഓപ്പറേഷൻസ് വരുന്നത്. ഇപ്പോൾ ബിഷപ്പ് പാംപ്ലാനി പിന്നെ റബ്ബറിൻ്റെ വിലയെക്കുറിച്ചിട്ട് പിന്നെ ഇടയ്ക്കൊരു 1.5 വർഷമായിട്ടുണ്ടാവും പാംപ്ലാനിയുടെ പ്രസ്ഥാനം വന്നിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടും ഉണ്ടാകാനുള്ള സാധ്യത. നമുക്ക് UDF ആയിരിക്കും മുന്നിലെത്തുക അതോ LDF ആയിരിക്കുമോ കേരളത്തിൽ? LDFന് നമ്മുടെ തന്നെ അവലോകനം പറഞ്ഞതുപോലെ പിന്നെ UDF കോട്ടം തട്ടും. ഈ 15 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ സംഖ്യ അവർ വരില്ല. അത് പിടിക്കുന്നത് പിന്നെ LDF ആയിരിക്കാം. ഒരു പക്ഷേ 4 സീറ്റ് വരെയാണ് നമ്മൾ തന്നെ പിന്നെ വിലയിരുത്തിയിട്ടുള്ളത് LDFന്. അതിൽ 2 സീറ്റ് BJP ന്നും സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പിന്നെ UDFന് ആർക്കായാലും പിന്നെ LDFന് എന്തായാലും മെച്ചമേ ഉണ്ടാവും. കാരണം കഴിഞ്ഞ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് മെച്ചമുണ്ടാവും. മറ്റേ ഭാഗത്ത് സ്വാഭാവികമായും പിന്നെ കുറവ് തന്നെ വരും. BJPക്ക് കിട്ടുമോ ഇല്ലെന്ന് കാത്തിരുന്ന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനത്തേക്കാണ് അടുത്ത് നമ്മൾ വരുന്നത് തമിഴ്നാട് 39 സീറ്റ്. തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ സീറ്റുകളെന്ന് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഈ ദക്ഷിണേന്ത്യയുടെ ഒരു നമുക്കിടയ്ക്ക് കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് ചില വിഷയങ്ങൾ നേരത്തെ വന്നിരുന്നല്ലോ. ആ സമയത്താണ് ഈ ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള BJPയുടെ പല തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രവും അരങ്ങേറുന്നത്. മഹാബലിപുരത്തേക്ക് അദ്ദേഹത്തിൻ്റെ പോക്ക്, സമിതികൾ വെക്കുന്നത്, ഇപ്പോൾ ആ കന്യാകുമാരിയിലേക്കുള്ള പോക്ക്, പിന്നെ ദ്രാവിഡ മണ്ണിലേക്ക് പിന്നെ ഉള്ള പിന്നെ സനാതന ധർമ്മത്തിൻ്റെ വിഷയം. അപ്പോൾ സൗത്ത് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുകയാണ് ഡിസ്കഷനിൽ. അപ്പോൾ അത് നിൽക്കേണ്ട ഒരു അനിവാര്യതയും കൂടിയാണ്. രാജ്യത്തെ ഒന്നായി കാണുമ്പോൾ സ്വാഭാവികമായും പിന്നെ ഇപ്പോഴും പല ഭാഗങ്ങളിലും നോർത്തിലേക്ക് ചെല്ലുമ്പോൾ സൗത്തിനെ അവർ സൗത്തായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ ഉള്ള അത് BJP നടത്തിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും വളരെ പോസിറ്റീവായിട്ടുള്ള സംഭവമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാരണം സൗത്തും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഇന്ത്യ ആണ് ഒരൊറ്റ ഇന്ത്യയായി മാറുന്നതെന്ന് ഒരുമിച്ച് പറയുമ്പോഴാണ് വാസ്തവത്തിൽ ഭാരതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏറ്റവും മികച്ച ഒരു പിന്നെ നേതാവിനെയാണ് അവർക്ക് അണ്ണാമലയിലൂടെ കിട്ടിയത്. ഒരുപക്ഷേ ഭാവി ഇന്ത്യയുടെ തന്നെ പിന്നെ ചുക്കാൻ പിടിക്കുന്ന നേതൃനിരയിലേക്ക് ഇദ്ദേഹം എത്തിക്കൂടായികയില്ല. വളരെ മിടുക്കനായ ഒരു മനുഷ്യൻ, വളരെ തന്ത്രശാലിയായ ഒരു മനുഷ്യൻ, എല്ലാ മണ്ഡലങ്ങളിലൂടെയും കയറിറങ്ങിയുള്ള ദീർഘനാളത്തെ യാത്രകൾ സൃഷ്ടിച്ച് തമിഴ് മണ്ണിനെ BJP അനുകൂല മണ്ണാക്കി ദ്രാവിഡ മണ്ണിനെ ഉഴുതു മറിച്ചിട്ട് കൊടുത്തു അദ്ദേഹം.
വാസ്തവത്തിൽ. അപ്പോൾ അതിൻ്റെ ഗുണം BJPക്ക് കിട്ടും. കോയമ്പത്തൂർ പിന്നെ DMK CPM നിന്ന് സീറ്റ് ഏറ്റെടുത്താണ് മത്സരിക്കുന്നത്. അണ്ണാ DMK സോറി എന്താണ് നമ്മുടെ അണ്ണാമലൈ ആരാണെന്ന് അവർക്ക് ഭംഗിയായിട്ട് അറിയാം. അപ്പോൾ ആ ചോരത്തിളപ്പും ആ ഒരു ഊർജ്ജവും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ നേതാക്കളെല്ലാം കണ്ടുപഠിക്കേണ്ടതാണ്. അത് ഒരുപക്ഷെ പിന്നെ BJPക്ക് ഗുണകരമായേക്കും. സീറ്റുകൾ അവർ 4 6 ഒക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് വരില്ല. ഇതിനാണ് സാധ്യത കാണുന്നത്. DMK സഖ്യം തന്നെ മുന്നിലെത്തും. അത് അത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. അതിനകത്ത് വരെ പിന്നെ അവർക്ക് തന്നെയാണ് ഭൂരിഭാഗം മറ്റേ ഭാഗത്ത് തന്നെയാണ് പോകുന്നത്. അവിടെ ഇടതുപക്ഷ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അത് മാത്രമല്ല അതൊരു സ്ട്രോങ് ഹോൾഡാണ് അവിടെ. അതിനകത്ത് BJPക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. കിട്ടിയാൽ അവരുടെ ഈ മിഷൻ സ്റ്റാർട്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 സീറ്റ് നമുക്ക് വേണമെങ്കിൽ സാധ്യതാ സീറ്റുകളായി കണക്കാക്കാം. പിന്നെ ജയിച്ചിട്ട് പറയാം. അതാണ് എൻ്റെ ഒരു സാധ്യത. തെലങ്കാനയാണ്. പിന്നെ തെലങ്കാനയിൽ 17 സീറ്റുള്ളത്. ഇപ്പം കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്നു. അതിന്റെ ഒരു ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. ഭരണത്തിൽ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. കടുത്ത ത്രികോണ മത്സരമാണ് വാസ്തവത്തിൽ പിന്നെ അവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് BJPയുടെ 4 സീറ്റുകളാണ്. 4 സീറ്റുകളാണ്. വർദ്ധിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പിന്നെ അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം. നല്ല ത്രികോണ മത്സരമാണ് അവിടെ. TRS ഉണ്ട്. പഴയ അതെ TRS ഇപ്പോൾ നമ്മളെ അവിടെ പേര് മാറ്റാൻ പോവാണ്. അതെ. പിന്നെ തെലങ്കാനയിൽ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ പിന്നെ കവിതയുടെ ഇഷ്യൂമാക്കി ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ചർച്ച പിന്നെ കൂടുതൽ നടക്കുന്ന ഒരിടമായി തെലങ്കാന എന്നൊക്കെ പറയുമ്പോൾ പല ഭാഗങ്ങളും ഇപ്പോൾ നമ്മൾ ബീഹാർ എടുക്കുന്നു, ഒഡീഷ എടുക്കുന്നു. ഇവിടങ്ങളിലൊക്കെ BJPക്ക് ഒരു കാര്യത്തിലാണ് അവർക്ക് നേട്ടം വന്നു തുടങ്ങിയത്. കാരണം എന്ന് പറയുന്നത് ഈ പരമ്പരാഗതമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ചില സമവാക്യങ്ങളുണ്ടായിരുന്നു. ജാതി സമവാക്യങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. പിന്നെ ഈ ഫ്രീ ബീസ്, മറ്റേ ഈ സൗജന്യ വാഗ്ദാനങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇതിനൊക്കെ ഉപരിയായി ഈ വികസനത്തെ പിന്നെ അജണ്ടയാക്കി കൊണ്ടുവരിക, അഴിമതി എക്സ്പോസ് ചെയ്യുക. ഇത് വളരെ തന്ത്രപരമായ ഒരു BJP ഇടപെടലായിരുന്നു. ഇപ്പോൾ കവിതയുടെ റസ്റ്റുമൊക്കെ അവിടെ കൂടുതൽ ഇപ്പോൾ പൊളിറ്റിക്കലി അത് പിന്നെ സാധാരണക്കാർ പോലും ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ലേശം ഒരു ഇളക്കം സൃഷ്ടിച്ചേക്കാം. ചില സീറ്റൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. 4 എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു വിലയിരുത്തൽ ഒരു പക്ഷേ അത് 2ലേക്കൊക്കെ വന്നുകൂടായികയില്ല. അതാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ കൃത്യമായി നോക്കുമ്പോൾ 2 വാസത്തിലൂടെ കാണുന്നത്. പിന്നെ ഒരു പക്ഷേ അത് കൂടായികയില്ല. എത്ര പറഞ്ഞാലും 2ൽ കുറയാനുള്ള സാധ്യത അവിടെ ഇല്ല. വാസമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിന് മേധാവിത്വം പതിപോലെ മേധാവിത്വം വരുന്നതാണ്. ആ മേധാവിത്വം ഉണ്ടാവേണ്ടത് ഒരർത്ഥത്തിൽ അനിവാര്യതയാണ്. പിന്നെ കാരണം മികച്ച ഒരു പ്രതിപക്ഷം കൂടി ഇല്ല എങ്കിൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ്. അപ്പോൾ മികച്ച പ്രതിപക്ഷം ഉണ്ടാകുക എന്ന് വെച്ചാൽ മികച്ച ഭരണത്തിന്റെ വഴിയൊരുക്കുക എന്ന് കൂടിയാണ് അർത്ഥം. അപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് അഭിമാനിക്കാം. സൗത്തിൽ നിന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയിലൊരു മികച്ച ഇപ്പോൾ ഉത്തരേന്ത്യയും ഹിന്ദി ഹൃദയപക്ഷവും ഒക്കെ പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നിൽക്കുമ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി മികച്ച പ്രതിപക്ഷമായി മികച്ച ഭരണം കാഴ്ചവെക്കാനുള്ള സഹായകരമായ ഒരു അവസ്ഥ, മികച്ച ചർച്ചകളും ഇവർ ഈ ചുമ്മാതെ ബോയ്ക്കോട്ട് ചെയ്ത് വെളിയിൽ പോയിരുന്നാൽ മതിയായിരുന്നു. തീവ്രമായ ചർച്ചകൾ നടന്നേനെ. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടുതൽ പിന്നെ അതിനുള്ളൊരു അത്തരം ഒരു കാര്യത്തിൽ കൂടുതലൊരു അവസരം സൗത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പിന്നെ വളരെ സന്തോഷകരമാണ്. സൗത്തിലെ ഈ രാഷ്ട്രീയത്തിനപ്പുറമായി നമുക്ക് നൽകുന്ന തെക്കേ ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ഇന്ത്യ ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, മേധാവിത്വം തന്നെയാണ് നമുക്കറിയാം. അല്ല, അങ്ങനൊരു പിന്നെ ഒരു തിരുത്തൽ സംഭവമായിട്ട് രാജ്യത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ നിൽക്കേണ്ട അതും ആവശ്യമാണ്. അപ്പോൾ അതും ഒക്കെ കൂടി നമുക്ക് അതിൻ്റെ ഭാഗ്യം. ഇന്ദിരാഗാന്ധിയുടെ പ്രതാപകാലത്ത് ബീഹാറൊക്കെ തിരുത്തൽ ശക്തിയായിട്ട് മാറിയൊരു അത് അവിടുത്തെ ആൾക്കാർ പോലും അങ്ങ് മാറി. അപ്പോൾ കേരളം മാറിയിരുന്നില്ല, അന്ന് കേരളം മാറിയിരുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വിധി എഴുതിയ സംസ്ഥാനമാണ് കേരളം. അതെന്തുകൊണ്ടായിരിക്കും അതും കൂടെ പറഞ്ഞു. അല്ല, അത് നമുക്ക് അത് ഞാൻ അടിയന്തര സമയത്ത് സ്കൂളിലാണ്, ഞാൻ സ്കൂളിലാണ്. എനിക്ക് ഇപ്പോഴും ഞാൻ നടന്നു പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയും. ഈ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത് നമ്മൾ ഈ സോക്കോൾഡ് പിന്നെ ഈ എന്താണ് സാക്ഷരത 100% നേടിയ ആൾക്കാരിലും ഉപരിയായി രാഷ്ട്രീയ പ്രബുദ്ധത, പൊളിറ്റിക്കൽ ലിറ്ററസി ഇതുമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവാണെന്ന് ബീഹാറിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജയിച്ചു വന്നത്. അവിടെ ജയിലിൽ കിടന്നുകൊണ്ട് ജോർജ് ഫെർണാണ്ടസ് എത്ര വോട്ടുകൾക്കാണ് ജയിച്ചതാണ്. പക്ഷെ അവിടെ സാധാരണ ജനത്തിന് അടിയന്തരാവസ്ഥയുടെ ആ ക്രൂരത നേരിട്ട് മനസ്സിലായപ്പോൾ ആ ക്രൂരത കണ്ട കേരളീയർ, പ്രബുദ്ധരെന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന കേരളീയർ, മറ്റവർക്കുണ്ടായ മനംമാറ്റം നമ്മളിലുണ്ടായില്ല.
ഉണ്ടായില്ല. അതാണ് ഞാൻ പറയുന്നത്, പൊളിറ്റിക്കൽ ലിറ്ററസിയും ഉം. മറ്റ് ലിറ്ററസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്.